ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ അതാ എൻ്റെ ഒരു ഈദിൻ്റെ രാവിലെ സ്റ്റാർട്ടായത് ഇങ്ങനെയാണ് കേട്ടോ. എല്ലാവരും വീട്ടിലൊരുവിധമൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കും. ഇതാ മച്ചുവിനെ നീപ്പിക്കലായിരുന്നേ. മോന് പിന്നെ രാവിലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അരക്കൽ പരിപാടിയൊക്കെ ഉണ്ടായത് ഒച്ച കേട്ടപ്പോൾ നീച്ചിരുന്നു കേട്ടോ. പിന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ കാക്കു കൊടുത്ത വീഡിയോസാണ് കേട്ടോ അതൊക്കെ പള്ളിയിൽ പോകുമ്പോൾ. അപ്പോൾ ഇവിടെ ഈദ്ഗാവ് പറഞ്ഞിട്ടുള്ള ഈദ് നടക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ അത്. ഇവിടെ എല്ലാ ആൾക്കാരും പാടെ ഒരുമിച്ച് കൂടിയിട്ടാണ് കേട്ടോ ഈദ് ഉണ്ടാവുക. അതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. നിങ്ങൾ എന്നെ ഒന്ന് കണ്ടു നോക്കി നോക്കി. हमें पैगाम देते हुए जा रहा है कि जिस तरह हमने रमजान मुबारक में खूब अल्लाह की ताअत और बंदगी की, अल्लाह को खूब राजी करने की कोशिश की, ये सिर्फ रमजान की हद तक ना हो, पूरे साल नमाजों का एहतमाम हो। जो हालात हमारे ऊपर आ रहे हैं, पूरे मुल्क पर जो हालात हैं, पूरे उम्मत मुस्लिमा पर जो हालात हैं, पूरी दुनिया के मुसलमानों पर जो हालात हैं, उसकी बहुत सारी वजूहात हैं, जिसमें से बुनियादी वजह ये है कि हमने अल्लाह की रस्सी को छोड़ दिया। أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون أقول قولي هذا واستغفر الله لي ولكم ولسائر المسلمين من كل ذنب فاستغفروه إنه هو الغفور الرحيم. പിന്നെ ഇത് അവിടുത്തെ പരിപാടികളൊക്കെ തന്നെയാണ് കേട്ടോ അത്. പിന്നെ അവിടുന്ന് ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ആ വീഡിയോസിലൊക്കെ അങ്ങനെ മോനിനെ നോക്കിയിരുന്നു കേട്ടോ. കാരണം കാക്കൊടുത്ത വീഡിയോസ് ആവുകൊണ്ടേ മോനെ എവിടെ പോയിരുന്നു എന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ. പള്ളിയൊക്കെ പിരിഞ്ഞ് പോണതാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ ഒരുപാട് കച്ചവടക്കാർ ഒക്കെ ഉണ്ടാവും കേട്ടോ ഈ ഒരു സ്ഥലത്ത്. പിന്നെ കുറച്ച് എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. എന്താ പറയുക, ഈ പാർക്കിലുണ്ടാവുന്ന ചെറിയ ജമ്പ് ചെയ്യണത്, അങ്ങനെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ നിങ്ങൾ തന്നെ ഉണ്ടല്ലോ, ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ കാക്കു ഞാൻ എവിടെ വെച്ചിട്ട് അത് നടന്നതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പരിപാടിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരത്ത് കാക്കു വന്നിട്ട് ഈ ഒരു സ്ഥലം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതെങ്ങനെ വെച്ചാൽ എന്താ പറയുക, ഒരു വലിയൊരു സ്ഥലമാണ് കേട്ടോ. അങ്ങനെ കുറച്ച് തുറസായൊരു സ്ഥലമാണല്ലോ, അതൊരു മണ്ഡപം അങ്ങനെയൊന്നുമല്ല, തുറസായൊരു സ്ഥലത്ത് അവിടെ വെച്ചിട്ടാണ് കേട്ടോ നടക്കുന്നത്. പിന്നെ കുറേ കച്ചവടക്കാരുണ്ട്. പിന്നെ ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഈദൊക്കെ പറയുന്നുണ്ട്, ഈദൊക്കെ വിഷ് ചെയ്യാണ് എല്ലാവരും. കുട്ടികൾ കളിക്കാൻ ഇതിനൊന്നും നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം പോകാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കണ്ടോ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. മച്ചു ആണെങ്കിലും മോനും ആദ്യമൊക്കെ വാശി പിടിച്ചിരുന്നു അത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ. മച്ചു അങ്ങനെ പുറത്തുനിന്ന് ഈ വഴിയരികളുള്ള കച്ചവടക്കാർ അങ്ങനെയൊന്നും കണ്ടു കഴിഞ്ഞാൽ മച്ചുവിന് ഒന്നിനും ആവശ്യപ്പെടലില്ല കേട്ടോ. ആവശ്യപ്പെടലില്ല എന്ന് പറഞ്ഞാൽ ഇതുവരെ നമ്മളങ്ങനെ പുറത്തുനിന്നൊന്നും സാധനങ്ങളും എനിക്ക് ഇതുവരെ മേടിച്ച് കൊടുത്തിട്ടില്ല. അങ്ങനെ വഴിയിൽ നിന്ന് ഈ ബലൂണ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മളതൊരു വാങ്ങിച്ചിട്ട് മേടിച്ച് കൊടുക്കായി നല്ല പറയുന്നത്. കാരണം അതിപ്പോൾ മേടിച്ച് കൊടുക്കേണ്ട ഒരു അവസരം വന്നിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ അതൊരു പൂരം കാളവേല അങ്ങനെയുള്ള പരിപാടികളൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഇങ്ങനെ ഉണ്ടാവുക. പിന്നെ ഫസ്റ്റ് ടൈം ആയിരിക്കും ചിലപ്പോൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. ഓൻ എന്തായാലും ഒന്നിനും ആവശ്യപ്പെടൂല എന്ന് എനിക്കറിയാം. പിന്നെ കാക്കു പോയി വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിനും ആവശ്യപ്പെട്ടിട്ടുണ്ടായില്ല. ഓൻ അറിയൂല എന്നാണ് തോന്നുന്നതൊന്നും മേടിക്കണം എന്നുള്ളത് എന്ന് പറഞ്ഞിട്ട് എന്നോട്. കാരണം ഞാനിപ്പോൾ ഒരുപാട് സ്ഥലത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയാലും എന്തെങ്കിലുമൊക്കെ കടയുടെയൊക്കെ പുറത്ത് നിൽക്കുകയാണെങ്കിലും അവന് ആവശ്യപ്പെടുകയൊന്നുമില്ല കേട്ടോ. അങ്ങനെ വേണമെന്ന് ചോദിച്ചാൽ എന്ന് പറയും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ കരിമ്പ് ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ്. കരിമ്പ് ജ്യൂസ് എവിടെ കണ്ടാലും ഒന്നും ഇങ്ങനെ കഴിക്കാൻ തോന്നും കേട്ടോ. കുടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അത് ഇങ്ങനെ ചോദിച്ച് മേടിക്കുവേ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈദ്ഗാവ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് എൻട്രി ചെയ്യുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് ലാസ്റ്റാണ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളത്. ശരിക്കും ഫസ്റ്റ് ഇടണ്ടായിരുന്നു അല്ലേ? എന്തായാലും ലാസ്റ്റ് എടുത്ത വീഡിയോ ആണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ ഇത് ലാസ്റ്റ് എടുത്തത്. ഇത് പള്ളിയൊക്കെ പിരിഞ്ഞ ആൾക്കാർ പോയി വരുന്നതാണ് കേട്ടോ. പിന്നെ പള്ളിയൊക്കെ പിരിഞ്ഞ് അവർ വീട്ടിലേക്ക് വന്നു. ഈ ഒരു തിരക്കൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ചോറൊക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ചോറൊക്കെ റെഡിയാക്കി വന്ന് പിന്നെ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പാർക്കിലേക്ക് പോകുന്നു കേട്ടോ. പാർക്ക് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം, പാർക്ക് ഒരാൾ മനുഷ്യനും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാവരും ഫുഡ് കഴിക്കുക കാരണം ക്ലോസ് ചെയ്തിരിക്കുകയായിരുന്നു. ഇനി വൈകുന്നേരം തുറക്കുള്ളൂ പറഞ്ഞു. അപ്പോൾ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിപ്പോൾ ഇനി ഒരു ഫോട്ടോ ഒക്കെ എടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ ഒരു ഫോട്ടോ എടുത്തോന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണ്ടി തുറന്നു കേട്ടോ. വേറെ ആരും ഉണ്ടായില്ല. അതുകൊണ്ട് നമുക്ക് ഫോട്ടോ എടുക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്നും വന്നില്ല കേട്ടോ. മറ്റേത് മറ്റു ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലെ പിന്നാലെയൊക്കെ പോകും, നമുക്ക് ഫോട്ടോ എടുക്കാനൊന്നും നിന്നേരില്ല കേട്ടോ.
പിന്നെ നമ്മൾ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഓലോട് താങ്ക്സ് ഒക്കെ പറഞ്ഞു പോകുന്നു കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് പോരണ്ടേ. പിന്നെ അതാ വന്ന് എന്നത്തെയും പോലെ ഇതാ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ആരും വരാനോ പോകാനോ ഒന്നും ഇല്ലല്ലോ, ഞങ്ങൾ ഈ 4-5 പേർ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾ വന്ന് ഞങ്ങൾ തന്നെ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ചിക്കൻ ബിരിയാണി ആദ്യം വിചാരിച്ചു ഞാൻ നാടൻ ഫുഡ് വെക്കാമെന്ന് കേട്ടോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ മോനൊക്കെ പറഞ്ഞു ബിരിയാണി മതി, പെരുന്നാൾക്ക് ബിരിയാണിയെ വെക്കാറുണ്ട്. പെരുന്നാൾക്ക് ബിരിയാണി വെക്കാന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എന്ത് കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. കുട്ടികൾക്ക് എന്ന് പറയുമ്പോൾ കുട്ടികൾക്കല്ലേ ഇപ്പോൾ എല്ലാ വിശേഷങ്ങളും കുറച്ചും കൂടി ഭയങ്കര പൊലിവുണ്ടാകുക. അതുകൊണ്ട് ബിരിയാണി തന്നെ വെച്ചു കേട്ടോ. മച്ചു ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ഒക്കെ ഇരപ്പാക്കും. അപ്പോൾ അതാ മച്ചു ഫുഡ് കഴിച്ചിട്ടേ ഞാനല്ല പായസമാട്ട കുറിച്ച്. അപ്പോൾ അതൊക്കെ ആയിട്ട് എൻ്റെ ഇത് വിശേഷങ്ങൾ.